റേമയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മുടെ കൂടെയുള്ള വൈദികരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫാദർ അഖിൽ പത്തിൽ വി സി, ഫാദർ ജോസ് തയ്യിൽ വി സി, ഫാദർ ജോസഫ് ഓണാട്ട് വി സി, ഞാൻ ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ വി സി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിക്കാൻ ആരംഭിച്ചത് സഭയെക്കുറിച്ചാണല്ലോ. സഭയുടെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിച്ചു. പിതാവായ ദൈവത്തിൻ്റെ സ്വപ്നം ഒരു കൂട്ടായ്മയാണ് സഭ എന്ന് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. നമുക്കറിയാം, ഈ പിതാവായ ദൈവത്തിൻ്റെ സ്വപ്നം ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമുഖത്ത് നിറവേറുന്നത് ആദവും ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ വീണ്ടെടുക്കാൻ വേണ്ടി അവരോട് പറയും, അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്യും. എവിടെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടോ, എവിടെ മനുഷ്യനും തമ്മിൽ ആദവും ഹവ്വയും തമ്മിലുള്ള ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടോ, അവിടെ പിതാവായ ദൈവത്തിൻ്റെ സ്വപ്നം ജനിക്കുകയാണ്. അവിടെയാണ് ഉത്ഭവം. പിതാവ് പറയും, നിങ്ങൾക്കൊരു രക്ഷകൻ, ഒരു വീണ്ടെടുപ്പ്. അവിടെയാണ് സഭയോ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം. പഴയ നിയമത്തിൽ അതിൻ്റെ ഒരു പ്രതിരൂപം ജനിക്കുന്നത് അവിടം തൊട്ടാണ്. അവരെ വീണ്ടെടുക്കുമെന്ന് ദൈവം നൽകുന്ന ഒരു സ്വപ്നം. അപ്പം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടു, മനുഷ്യനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അതുവരെ ആദം ഹവ്വയെ കണ്ടിരുന്നത് അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ്. പിന്നീട് ദൈവം മുമ്പാകെ പരാതിയുമായിട്ട് നിൽക്കുമ്പോൾ ആദം ഹവ്വയെ വിശേഷിപ്പിക്കുന്നത് നീ എനിക്ക് തന്ന. അതുവരെ അസ്ഥിയുടെ അസ്ഥിയായിരുന്നു, മാംസത്തിന്റെ മാംസമായിരുന്നു. എന്നാൽ ഇന്ന് ആദത്തിന് ഹവ്വ അപരിചിതയായി തീർന്നു. അപ്പോൾ ഒരു ബന്ധത്തിൽ വന്ന ഒരു വിള്ളൽ. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിലേക്ക് വീണ്ടും മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി വീണ്ടും ദൈവം കണ്ടെത്തുന്ന മാർഗമാണ് സഭ. സഭ പ്രതിരൂപങ്ങളിലൂടെ പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. സഭ എന്ന് പറയുന്ന വാക്യത്തോടു കൂടി തന്നെ, ചർച്ച് എന്ന് പറഞ്ഞ ആ വാക്യത്തോടു കൂടി തന്നെ നമുക്ക് പുതിയ നിയമത്തിൽ ഇതിനെ കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് തിരുവചനത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ പറ്റുമോ? ബൈബിളിലുണ്ടോ അങ്ങനെ സഭ എന്നുള്ളൊരു പേര്? എല്ലാവർക്കും സംശയമുള്ളൊരു ചോദ്യമാണിത്. അതായത് ഇപ്പം യുവജനങ്ങൾ പറഞ്ഞു, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു, ഈ യുവജനങ്ങളുടെ ഇടയിലുള്ള ഒരു സംശയമാണ് എന്തിനാണ് സഭ ഇത്. അപ്പൊ നമ്മൾ അതിനൊരു ഉത്തരം എന്നോണം നമ്മൾ അവിടെ പറഞ്ഞു. അടുത്തൊരു ചോദ്യം വരുന്നത്, ബൈബിളിലുള്ള കാര്യമല്ലേ നമ്മൾ അനുസരിക്കേണ്ടത്? ഇപ്പൊ വിഘടിതമായ സഭകളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബൈബിൾ അടിസ്ഥാനമായിട്ടാണോ പോകുന്നത്? അപ്പം ബൈബിളിൽ സഭ എന്നുണ്ടോ? ശരിയാണ്, സഭ എന്ന വാക്ക് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവത്തില്ല. പക്ഷേ ഇത് ഉരുത്തിരിഞ്ഞു വരുന്നത് എവിടെയാ? ഫൗണ്ടേഷൻ എവിടെയാ കിടക്കുന്നത്? ഫൗണ്ടേഷൻ ബൈബിളിൽ തന്നെയാ. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സഭയുടെ ചില ലക്ഷണങ്ങൾ പറയുമ്പം, സഭയുടെ ചില നമ്മൾ ഈ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറയുന്നത് പോലെ പറയുമ്പം അത് ബൈബിൾ അടിസ്ഥാനമാണ്. പഴയ നിയമത്തില് ഇപ്പം അച്ഛന് പഴയ നിയമം നമ്മളിങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണാറുണ്ട്. പഴയ പ്രതീകങ്ങളിലൂടെ പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പീപ്പിൾ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ജനം. അതൊരു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം ചർച്ച ചെയ്ത പോലെ ഒരു കൂട്ടായ്മയാണ്. ഒരു സമൂഹത്തെ ദൈവം തനിക്ക് വേണ്ടി തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു, അവരുടെ ലക്ഷ്യം എന്നുള്ളത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. അതാണ് ദൈവം ഈ ജനത്തെ വിളിച്ചു കൂട്ടുന്ന എന്തിനാ? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി. അതാണ് ദൈവജനം എന്ന് പറയുന്നത്. ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനതയെ, ആ ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. അതെപ്പോഴാണ്? അവരെ ആരാധിക്കുമ്പോഴാണ്. അപ്പൊ അതാണ് ഈ ദൈവജനം. അപ്പം പിന്നെ ഒരു സ്ഥലമുണ്ട് അത് ഹോളി സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹം വസിക്കുന്ന ഇടം, അത് പഴയ നിയമത്തിൽ ജെറുസലേം എന്ന് പറയുന്ന ഒരു സ്ഥലം, നമുക്ക് അത് ദൈവം തിരഞ്ഞെടുക്കുന്ന ജനം വസിക്കുന്ന സ്ഥലം എന്നാണ്. അപ്പോൾ ആ സ്ഥലമുണ്ട്. ആ സ്ഥലത്തെയും ആ അതിൽ വസിക്കുന്ന ജനത്തെയും ദൈവത്തിന്റെ സഭയായിട്ട് പ്രതീകങ്ങളിലൂടെ കാണുന്നുണ്ട്. പഴയ നിയമങ്ങളിൽ നമ്മൾ അങ്ങനെ കാണുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ സഭ എന്ന് പറഞ്ഞിട്ട് പഴയ നിയമത്തിൽ സഭ എവിടെയാണെന്ന് അന്വേഷിച്ചിറങ്ങുന്ന ഒരു പുതിയ തലമുറയുണ്ട്. നമുക്ക് പറ്റുന്ന വീഴ്ചയാണ് നമ്മൾ സഭ എന്ന് പറയുന്ന വാക്ക്. ഇപ്പം നമുക്കറിയാലോ, നമ്മുടെ ഈ ഫോണുകളിലൊക്കെ സെർച്ച് എൻജിൻസ് ഉണ്ട്. അപ്പം നമ്മൾ സെർച്ച് ചെയ്യും, ചർച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ടേം എത്ര പ്രാവശ്യം ബൈബിളിലുണ്ട്. അങ്ങനെ നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം നമുക്കറിയാലോ, ഈശോ തന്നെ പറയുന്നുണ്ട്, നിയമത്തെയോ പ്രവാചകന്മാരെ അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ്. ഇത് പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ജന്മം കൊള്ളുന്ന സഭയെന്ന് പറയുന്ന ഒരു വാക്യത്തോടു കൂടിയല്ല, മറിച്ച് ആദ്യം അച്ഛൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം, അബ്രാഹത്തിന്റെ വിളി, അതിനുശേഷം ഇസ്രായേൽ ജനത്തിന്റെ ആ വിളിയുടെ എല്ലാം തുടർച്ചയാണ് യഥാർത്ഥത്തിൽ, അതിൻ്റെ ഒരു പൂർണ്ണതയാണ് യഥാർത്ഥത്തിൽ സഭ എന്ന് പറയുന്നത്. പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വാക്കുകൾ, സഭ എന്ന് പറയുന്ന വാക്കിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നില്ലെന്ന് അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞു. ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ഒരു വാക്ക് ദൈവജനം, നിങ്ങൾ എൻ്റെ ജനമാണ് എന്ന് പറയുന്ന ഒരു രൂപമാണ്. ഇനിയും വരാനിരിക്കുന്ന സഭയുടെ രൂപമാണത്. പിന്നീട് നമ്മൾ കാണുന്നത് ജെറുസലേം ദേവാലയം, ആ ദേവാലയത്തിന് ചുറ്റും ആരാധിക്കുന്ന ഒരു സമൂഹം. അപ്പം ജെറുസലേം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു സ്വപ്നവും ഇസ്രായേലിൻ്റെ വികാരം തന്നെയാണ് മാറുന്നത്. ഇന്നും ശരിയാണ് കേട്ടോ. ജെറുസലേമിനെ കുറിച്ച് പറയുമ്പോൾ ജനത്തിൻ്റെ ഒരു വികാരം അവരുടെ ദേശമാണ്, അവരുടെ ദേവാലയമാണ്
എന്ന ആ ജനം ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടർച്ചയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ സഭ. അതുകൊണ്ട് ഈ രൂപത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ആദ്യത്തെ കമ്മ്യൂണിറ്റിയെ വിളിക്കുന്ന പേരെന്താ? പുതിയ ഇസ്രായേൽ എന്നാ പുതിയ വിളിക്കുന്നത്. ഇസ്രായേൽ തീർച്ചയായും അതാണ് ഇസ്രായേൽ ജനതയുടെ കമ്മ്യൂണിറ്റിയുടെ തുടക്കം. അതാണ് കണ്ടിന്യൂറ്റി ഓഫ് ജുഡൈസം നമ്മൾ പഠിപ്പിക്കാറില്ല. ഈശോയും ശിഷ്യന്മാരും എല്ലാം ആ ഒരു സമൂഹത്തിൽപ്പെട്ട ദൈവത്തിന്റെ ജനമായ ആ സമൂഹത്തിൽപ്പെട്ട ഒരു ജീവിച്ചു വളർന്ന ഒരു ആൾക്കാരായിരുന്നു. നല്ല സഭ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ കാണുകയും ചെയ്യുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തില് 2-ാം അധ്യായത്തിലെ പെന്തക്കുസ്തായോടുകൂടെയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസം അവരിൽ ഉണ്ടാകുമ്പോൾ ഈ 12 ശിഷ്യന്മാരെ പ്രഘോഷിക്കുകയും അങ്ങനെ ഒരു 3000-ഓളം ആളുകൾ മാനസാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട് അവരൊരുമിച്ച്. അത് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവർ, നമ്മൾ മലയാളം ബൈബിൾ എടുത്ത് അവർ POC ബൈബിളിനകത്ത് അവർ പരിശുദ്ധ അമ്മയോടും മറ്റു സ്ത്രീകളോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അത് 11 ശിഷ്യന്മാരെ കുറിച്ചാണ്. 120 പേരായിരുന്നു. ഓക്കെ, ആ 120ഓളം പേരും അതിൽ ഈ 11 ശിഷ്യന്മാരും കൂടെ കൂടുന്ന ഈ ഒരു ചെറിയ സമൂഹമായിരുന്നു. അതിനുശേഷം പിന്നെ വീണ്ടും 3000 പേര് വരുമ്പോഴും അവരെയും ഈ അവർ എന്ന് പറയുന്ന ഒരു അവരോടുകൂടെ ചേരാൻ മറ്റുള്ളവർ അവരെ ബഹുമാനിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിൽ തന്നെയാണ് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. എങ്കിൽ പോലും ഔദ്യോഗികമായിട്ട് സഭ ആരംഭിച്ചത് ഈ പെന്തക്കുസ്തായിലാണെങ്കിൽ പോലും നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത് ഈശോയുടെ കുരിശിന്റെ കീഴില് രണ്ട് ചിന്തകളുണ്ട് അച്ഛാ. 2 ചിന്തകളാണ് പ്രധാനമായിട്ടും സഭയുടെ ആരംഭത്തെ കുറിക്കുമ്പോൾ. ഒന്ന്, സഭ കുരിശിൻ ചുവട്ടിൽ ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഭയുടെ ഔദ്യോഗിക തുടക്കം അത് പെന്തക്കൊസ്താ തിരുനാളില് ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോഴാണെന്നും പറയുന്നുണ്ട്. ഇനി കുരിശിൻ ചുവട്ടിൽ വെച്ച് ആരംഭിച്ചതിന് ഉപമിക്കുന്നത് ഇപ്രകാരമാണ്. നമുക്കറിയാം, ആദവും ഹൗവയും സൃഷ്ടിക്കപ്പെടുന്നു. ആദത്തിൽ നിന്നാണല്ലോ ഹൗവ സൃഷ്ടിക്കപ്പെടുന്നത്. ആദത്തിന്റെ വാടിയയിൽ നിന്നും ഹൗവ സൃഷ്ടിക്കപ്പെടുന്നു. ആദത്തെ മയക്കി കിടത്തുന്നു. ആ മയക്കി കിടത്തുമ്പോൾ വാരിയയിലെടുത്ത് തമ്പുരാന് ഹൗവയെ സൃഷ്ടിക്കുന്നു. ഇതുപോലെ തന്നെ പുതിയ ആദം, പുതിയ നിയമത്തിലെ ആദം, അത് ക്രിസ്തുവാണ്. ക്രിസ്തു മയങ്ങുന്നുണ്ട്. അവൻ കുരിശിൽ കടന്ന് സ്വജീവൻ ബലിയായി അർപ്പിച്ച് അവൻ മയങ്ങുമ്പോൾ അവൻ്റെ പാർശ്വം കുത്തി തുറക്കപ്പെടുമ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകും. ഇത് ഉപമിക്കുന്നത് പുതിയൊരു സൃഷ്ടികർമ്മമായിട്ടാണ്. ഇത് ജലം വന്ന് വീഴുന്നു, മണ്ണി വീഴുന്നു, ചുറ്റുമുള്ളവരുടെ ദേഹത്ത് വീഴുന്നു. അവിടെ വെച്ച് സഭ ജന്മം കൊള്ളുകയാണ്. സഭയുടെ ഉത്ഭവത്തെക്കുറിച്ച് പുതിയ ഹൗവ സൃഷ്ടിക്കപ്പെടുന്നത് സഭയാണ്. ക്രിസ്തുവിൻ്റെ വധുവായി തീരുന്ന സഭ, ദ ബ്രൈഡ് ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭ ജനിക്കുന്ന വേളയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കുരിശിൻ ചുവട്. ക്രിസ്തുവിന്റെ പാർശ്വത്തിൽ നിന്നുള്ള കുദാശയായിട്ട്. അപ്പം സഭയിൽ പ്രവേശിക്കുന്നത് എങ്ങനെ? ഈ കുദാശയും വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചുകൊണ്ട്. തീർച്ചയായും സഭയുടെ ഗർഭപാത്രമാണ് മാമോദിസ തൊട്ടിൽ നിന്നാണ് സഭാപിതാക്കന്മാർ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മൾ പഴയ നിയമത്തില് ആദവും ഹവ്വായും അനുസരണക്കേടിനാൽ നഷ്ടപ്പെടുത്തിയ ആ ഒരു സ്വർഗീയ സൗഭാഗ്യവും ആ പറുദീസയും അല്ലെങ്കിൽ ആ ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയും ഈശോയുടെ അനുസരണത്താൽ നമ്മൾ പുതിയ നിയമത്തിൽ അത് വീണ്ടും അതൊന്ന് പുനർനിർമ്മിക്കുന്നതാണ്. അതാണ് സഭ. അവിടെയാണ് സഭ നമ്മൾ കുരിശിൻ ചുവട്ടിൽ ജന്മമെടുക്കുന്നതായിട്ട് ഒരു പുതു സൃഷ്ടിയായിട്ട് രൂപം കൊള്ളുന്നു. പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ടും നിറവേറ്റിയ പുത്രൻ പുതിയൊരു സമൂഹത്തിന് അവന്റെ കുരിശുമരണത്തോടുകൂടി രൂപം നൽകുന്നതായിട്ട് നമുക്ക് കാണാം. അതിന്റെ ഒഫീഷ്യലായിട്ടുള്ള കമ്മീഷനിങ് ആണ് പെന്തക്കോസ്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഈ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഇതിനകത്ത് എനിക്കൊരു സംശയം വരുന്നത്, അച്ഛൻ ആരംഭിച്ചത് തന്നെ പിതാവായ ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, അപ്പൊ ക്രിസ്തു സ്ഥാപിച്ചു എന്ന് പറയുന്നതാണോ ശരി? അത് ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. നമ്മൾ ചിലപ്പോൾ പറയും സഭ ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട സഭ എന്ന് പറയുമ്പോൾ ഇത് പലരും തെറ്റിദ്ധരിക്കാറുണ്ടെന്ന്. തീർച്ചയായിട്ടും. കാര്യം സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പം ഒരുപാട് നമ്മൾ പറയുന്ന സഭകൾ, ഇപ്പം നമ്മൾ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ, അതുപോലെ തന്നെ CMI കോൺഗ്രിഗേഷൻ, അതൊക്കെ സഭകളാണല്ലോ. ഈ സഭകളെല്ലാം ഒരു ഫൗണ്ടർ സ്ഥാപിക്കുമ്പം അതിന്റെ കൂട്ടത്തിൽ കുറെ കാര്യങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, നമ്മൾ പാലിച്ചു പോകേണ്ട കുറെ കാര്യങ്ങളുണ്ട്, കുറെ കർശനമായ കുറെ കാര്യങ്ങളൊക്കെ പറയും. ഇതുപോലെയാണോ ക്രിസ്തു സ്ഥാപിച്ചത്? അതായത് സ്ഥാപിക്കുന്നു പറയുമ്പം അതിന് മുമ്പ് ആ സംഭവം ഇല്ല. വിൻസെൻഷൻ സഭ നമ്മൾ 1904 സ്ഥാപിക്കപ്പെട്ടു. മുമ്പ് വിൻസെൻഷൻ സഭ ഇല്ല. അപ്പൊ ഈശോ കത്തോലിക്ക സഭ അല്ലെ നമ്മുടെ പരിശുദ്ധ കത്തോലിക്ക സഭ സ്ഥാപിച്ചു എന്ന് പറയാനായിട്ട് നമുക്ക് അങ്ങനെ ആർത്ഥത്തിൽ പറ്റത്തില്ല. കാരണം മുമ്പും സഭയുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പിതാവായ ദൈവത്തിന്റെ പദ്ധതിയിൽ സഭയുണ്ട്. അത് കുറച്ചുകൂടെ നമുക്ക് പറയുകയാണെങ്കിൽ ഇത് പുത്രനിലൂടെ നിറവേറ്റി, അങ്ങനെ പറയുന്നല്ലേ ഇച്ചിരി നല്ല പൂർത്തീകരിക്കപ്പെട്ടു. അത് കാൽവരി കുരിശിൻ കീഴിൽ അത് പൂർത്തീകരിക്കപ്പെട്ടു. പിന്നീട് പെന്തക്കോസ്തയിൽ അത് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാകുന്ന രീതിയിലായിട്ട് അത് സ്ഥാപിക്കപ്പെട്ടു. തീർച്ചയായിട്ടും. അപ്പൊ പൂർത്തീകരണമായിരിക്കും
ഒരാശയപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു വാക്ക്. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരമാണല്ലോ പത്രോസ് ലീഹയോട് പറയുന്നത്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പ്രത്യക്ഷത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ ഇതിപ്പം ഒരു കെട്ടിടം പോലെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ പണിതുയർത്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതല്ല സഭ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇതൊരു സ്വപ്നം, ആ സ്വപ്നം അതിന്റെ പൂർത്തീകരണത്തിലൂടെ വരുന്നു, അത് തുടരുന്നു. അതായത് ഈ പത്രോസ് തന്നെ, പത്രോസിന്റെ ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സഭയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ്: നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. നമ്മൾ പലപ്പോഴും ഇതിനൊരു ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ചില സ്ഥാപനങ്ങളോ ചില നിയമങ്ങളോ അങ്ങനെയൊക്കെ മാത്രമായിട്ട് ചിന്തിക്കും. പക്ഷെ ഇവിടെ പറയുന്ന സജീവ ശിലയാണ്, ജീവനുള്ള കല്ലുകളാണ്. അതായത് സഭയെന്ന് പറയുന്ന ജീവനുള്ള ഒരു കാര്യമാണ്, അതെപ്പോഴും സജീവമാണ്. അപ്പോൾ സജീവ ശിലയായി ഒരു ആത്മീയ ഭവനമായിട്ട് നിലനിൽക്കേണ്ടതാണ്. എന്നിട്ട് വീണ്ടും പറയാണ്: നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ഇതാരെ നോക്കിയാ ഈ പറയുന്നറിയാം പത്രോസ് ലീഹ? അന്നത്തെ കത്തോലിക്ക സഭ വിശ്വാസികൾ എന്നൊക്കെ പറയുന്നവര് വിധവകള്, അടിയാന്മാരായിട്ടുള്ള മനുഷ്യർ, അല്ലെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവര്, മുക്കുവര്, അടിമകള്, ഇവരെ നോക്കിയിട്ട് പറയാണ് നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. അത്ര അഭിമാനമാണ്. കാര്യം എന്താണ്? ഈ ദൈവത്തിൻ്റെ, അതായത് ഈശോയെ രാജാവായി കണക്ക് കൂട്ടിയ ഒരു ജനസമൂഹം. അതുകൊണ്ട് അവൻ രാജാവാണ്, തീർച്ചയായിട്ടും അവൻ രാജാവാണ്, ക്രൈസ്റ്റ് ദ കിങ്. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ഒരു ജനം തീർച്ചയായും രാജകീയ പുരോഹിത ഗണമാണ്. പിന്നെ എന്താണ്? അവർ വിശുദ്ധ ജനമാണ്. എന്തായാലാണ്? ഈശോയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനം. അതുകൊണ്ടാണ് നമ്മൾ ഇവര് പരസ്പരം വിളിക്കുന്നത് വിശുദ്ധരെന്ന. നമുക്ക് പോലും മടിയാണ്, നമ്മൾ ആരായി തീരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു, നമുക്ക് വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ നോക്കി പുച്ഛിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജനത വിളിക്കപ്പെട്ടത് ഈ വിശുദ്ധിയിലേക്കാണ്, ഈ സഭ വിളിക്കപ്പെട്ടത് വിശുദ്ധിയിലേക്കാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്നത് വിശുദ്ധരെന്നാണ്. പൗലോസ് ലീഹ പോലും ലേഖനത്തിൽ പറയുന്നുണ്ട്, കൊറിന്തോസിലെ വിശുദ്ധർ, എഫേസോസിലെ വിശുദ്ധർ, അങ്ങനെയാണ് അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഇവരുടെ അഭിവാദനങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ചുംബനം കൊണ്ട് നിങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ചുംബനം എന്നൊക്കെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ചിലപ്പം അതിനൊരു ലൈംഗികത അട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അന്ന് ഈ ചുംബനത്തിൽ പോലും വിശുദ്ധി ഉണ്ടായിരുന്നു. അപ്പം അതായിരുന്നു സഭയുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പം അച്ഛൻ ഈ പത്രോസ് ലീഹയുടെ ലേഖനം പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു ഇതൊരു ആത്മീയമായ ഒരു കാര്യമാണ്. ഇപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭ ലൈഫും സ്ട്രക്ചേഴ്സും രണ്ടും ഉണ്ട്, രണ്ടുമില്ലാതെ പറ്റത്തില്ല. അപ്പം ലൈഫും ഉണ്ട്, സ്ട്രക്ചേഴ്സും ഉണ്ട്. പക്ഷെ സ്ട്രക്ചേഴ്സ് എന്നുള്ളത് സെക്കൻഡറി. സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന ഹൈറാർക്കി. ഇപ്പം മാർപ്പാപ്പ, കർദിനാൾമാര്, മെത്രാന്മാര്, വൈദികര്, സന്യാസിതര്, ദൈവജനം, ലേറ്റി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇത് സ്ട്രക്ചറാണ്, പക്ഷെ അത് സെക്കൻഡറിയാ. ലൈഫാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ലൈഫ് എന്ന് പറയുന്നത് എന്താ? അത് കൃപയിലുള്ള ജീവിതം. ഈ കൃപയിലുള്ള ജീവിതം വേണമെങ്കിൽ ഈ സ്ട്രക്ചേഴ്സ് വേണം. ഈ സ്ട്രക്ചേഴ്സിലൂടെയാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നത്. അപ്പം ഇനി അടുത്തൊരു ചോദ്യം എനിക്ക് വരാനുള്ളത്, എന്തിനായിരുന്നു ഇങ്ങനെ ഒരു കൂട്ടായ്മ? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ കൂട്ടായ്മയിൽ നിലനിൽക്കുന്നതിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ക്രിസ്തു വന്നത് രക്ഷിക്കാനാണ്. അപ്പൊ ക്രിസ്തു രക്ഷിച്ചു, നമ്മളെ രക്ഷിച്ചു പോയെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ? നമ്മളെല്ലാം രക്ഷിച്ചല്ലോ. അവിടെയും എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാനുള്ളത്, ക്രിസ്തുവിന് അറിയാമായിരുന്നു അവൻ വന്നു, അവൻ മരിച്ചു. പക്ഷെ അവൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ രക്ഷ പൂർത്തീകരിക്കുന്നത് ഒരു സമയമുണ്ട്, 2ാം വരവ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം ഈ ക്രിസ്തുവിന്റെ മരണവും ഈ 2ാം വരവിനും ഇടയിൽ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ വേണം. അങ്ങനെയാണ് 12 ശിഷ്യന്മാരെ വിളിച്ചു. അതിൽ ഒരാൾ പോയി, പക്ഷെ വീണ്ടും ഒരാൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അതിൽ നിന്ന്, ആ കൂട്ടായ്മയിൽ നിന്നും വലുതായി നമ്മൾ എന്ന് പറയുന്ന ദൈവജനം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി. അപ്പൊ ക്രിസ്തുവിന് ഈ ഒരു കാലയളവിൽ ഇവിടെ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വേണം. ആ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്ന സഭ എന്നുള്ളത്. അത് ഈ ബൈബിളിലാണ് കാണുന്ന എക്ലേസിയ എന്നുള്ള വാക്കിനകത്ത് അർത്ഥം കൂടെ ഉണ്ടല്ലോ. കോൾഡ് ഔട്ട് എന്ന് പറയുന്ന വിളിക്കപ്പെട്ട സമൂഹം, ഫോർവേഡ്, ഒരു മിഷന് വേണ്ടി, ഒരു ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടൊരു സമൂഹം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. ഓർത്ത് നോക്കി, ഇപ്പം ഈശോ 12 പേരെ വിളിച്ചു. വിളിക്കപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ
ഈ നമ്മൾ ഈ പറയുന്ന പാരമ്പര്യത്തിൽ നമ്മൾ ഇന്ന് ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അവർ വിളിക്കപ്പെട്ടു, അവരോട് കൂടി ഒരു ദൗത്യം കൂടി കൊടുത്തു. അതാ പറഞ്ഞ കോൾ ഔട്ട് ഫോർ എ മിഷൻ, അവരത് പൂർത്തീകരിച്ചത് കൊണ്ടാണ് ഇന്ന് സഭ നിലനിൽക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് നോക്കിയാൽ ഇന്ന് ലോകം തന്നെ ഒരു സുന്ദരമായി തീർന്നതിൻ്റെ ഒരു പ്രധാന കാരണം ക്രൈസ്തവ വിശ്വാസവും അതിനോട് നിലനിന്നിരുന്ന ചില മൂല്യങ്ങളും കൊണ്ടാണ്. സത്യമാണ്. അങ്ങനെ പറയാൻ കാര്യം തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പം പല രാജ്യങ്ങളും, ഇപ്പം ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങൾ ഇന്ന് ഒരു വിശ്വാസവും ഇല്ല, എതെയിസം സൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷെ അവിടെ വളരെ സന്തോഷപ്രദമാണ് ജീവിതം എന്നൊക്കെ ആളുകൾ പറയുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഒരിക്കലും ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സ്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മതത്തിന്റെ ആവശ്യമില്ല, വിശ്വാസത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ആ ഒരു രാജ്യത്തെ രൂപപ്പെടുത്തിയത് ക്രൈസ്തവ വിശ്വാസമായിരുന്നു. അവരുടെ മൂല്യങ്ങൾ വളർന്നു വന്നിരിക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങൾ തന്നെയാണ്. ഇപ്പം യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവിടെ നിയമങ്ങൾ പാലിക്കുന്നു, മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നു. എന്തുകൊണ്ട്? ഈ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച ഒരു പൂർവ്വ സമൂഹം ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിന്നിരുന്നത് കൊണ്ടാണ്. കിരാതമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിർത്തലാക്കപ്പെട്ടതെല്ലാം ക്രൈസ്തവ വിശ്വാസമുള്ള രാജ്യങ്ങളിലായിരുന്നു. അല്ലാത്ത രാജ്യങ്ങളിൽ ഇന്നും അധികാരികൾക്കെതിരെ ശബ്ദമുയർത്തുന്നവർ കഴിമരത്തിലേക്ക് നയിക്കപ്പെടുകയാണ്, അല്ലെ തൂക്കുമുനയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ രോഗം പോലും സുരക്ഷിതവും സുന്ദരവുമായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ക്രൈസ്തവ വിശ്വാസവും അവിടെ സഭ പുലർത്തിയ ചില നിലപാടുകളുമാണ്. നമുക്കറിയാം, പല രാജ്യങ്ങളിലും മാനുഷിക മൂല്യങ്ങൾക്കെതിരായിട്ടും നിലനിന്നിരുന്ന ഭരണാധിപന്മാർക്കെതിരെ ശബ്ദമുയർത്തിയത് സഭയാണ്. അത് ക്രൈസ്തവ മൂല്യങ്ങൾ കൊണ്ടാണ്. ഈശോ പറഞ്ഞ ആ മൂല്യങ്ങൾ, അവൻ പറഞ്ഞ ആ പ്രമാണങ്ങൾ, അവൻ പറഞ്ഞ കൽപ്പനകൾ, അത് നിലനിർത്താൻ വേണ്ടി നമ്മുടെയൊക്കെ മെത്രാന്മാരും വൈദികരും ഒക്കെ ശബ്ദമുയർത്തിയത് കൊണ്ടാണ് ഇന്ന് പല രാജ്യങ്ങളിലും ഇന്ന് സന്തോഷവും സമാധാനവും. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് പറയുന്നത് ചർച്ച് ഈസ് ദ മോറൽ കോൺഷ്യൻസ് ഓഫ് ദ വേൾഡ്. സഭയല്ല, ഈ ലോകത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ സഭ എന്ത് പറയുന്നു, മാർപ്പാപ്പ എന്ത് പറയുന്നു. ഇപ്പം യുദ്ധം നടക്കുന്നു, മാർപ്പാപ്പ എന്ത് പറയുന്നു എന്ന് ലോകം നോക്കുന്നുണ്ട്. നമ്മൾ ഈ ഹോമോസെക്ഷുവാലിറ്റി കാര്യങ്ങൾ, മാർപ്പാപ്പ എന്ത് പറയുന്നു. അപ്പൊ മാർപ്പാപ്പ ഒരു കാര്യം പറയുമ്പോൾ അത് ലോകം മുഴുവൻ അത് എത്തുക. അപ്പം സഭയ്ക്ക് അങ്ങനെ ഒരു സ്ഥാനം. എന്തുകൊണ്ട് സഭ മോറൽ കോൺഷ്യൻസ് ആയി മാറുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു അല്പം കൂടെ ഉചിതം. സഭ എന്ന് പറയുന്നത് കേവലം ഈ ലോകത്ത് വാല്യൂസ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു പ്രസ്ഥാനമല്ല, അതല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രാജ്യങ്ങളിൽ ഇപ്പോഴും മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ സഭയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അവർ പരാജയപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഭയെ ഇല്ലാതായി മാറിയിരിക്കുകയാണ്, ക്രിസ്തുവിനെ അവർ ഇല്ലാതാക്കി. നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് നോട്ട് ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീങ് അല്ല, നമുക്ക് അതിലുപരി ഒരു കോളുണ്ട്, ഹയർ കോളാണ്. ആ കോൾ എന്ന് പറഞ്ഞാൽ ടു ബി ഹോളിയ, വിശുദ്ധരാകുക എന്നാണ് നമ്മുടെ കോള്. നോട്ട് ടു ബി കേവലം ഒരു ഗുഡ് പേഴ്സൺ, യു ആർ എ ഗുഡ് മാൻ എന്ന് പറയാനല്ല ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ബട്ട് അവരൻ എന്നെ നോക്കിയിട്ട് പറയണം ഞാൻ വിശുദ്ധനാണ്, ഐ എം ഹോളി. ഈ ഹോളിനെസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തിൽ നിന്നും കിട്ടുന്ന ഒരു സാധനമല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കരത്തിൻ്റെ അധ്വാനം കിട്ടത്തില്ല, മറിച്ച് അത് കിട്ടണമെങ്കിൽ അത് സഭയോട് ചേർന്ന് നിൽക്കുക. അത് സഭയുടെ സ്വത്താണ്. ആ സഭയുടെ സ്വത്തായി മാറുന്നത് ദൈവം സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്. സഭയെ നിരന്തരം വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്, പാപത്തിൽ നിന്ന് വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ രക്തമാണ്. മറ്റൊന്നിനും നമ്മളെ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധിയിലേക്കാണ്, അതുകൊണ്ടാണ് പരസ്പരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്, വിശുദ്ധരെ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. ഗുഡ് പേഴ്സൺ, ആർ യു ഹാപ്പി പേഴ്സൺ എന്നൊന്നും വിളിച്ചിട്ടില്ല. ഒരു അഭിസംബോധന ചെയ്ത് യുവജനങ്ങൾക്കിടെ. അതുകൊണ്ടാണ് എന്തിനെ സഭയെ കൂട്ടത്തിൽ നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഭയിലേക്ക് വരുന്നത് നല്ലവനായിട്ട് ജീവിക്കാനല്ലല്ലോ. അത് കേവലം ഒരു കോളിന്റെ ഏറ്റവും താഴത്തെ ലോവർ ഗ്രേഡ് ഉള്ള കോളാ. വി ഹാവ് എ ഹയർ കോൾ. നമ്മൾ സ്വർഗത്തിലിരിക്കുന്നവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മൾ അവരെ വിളിക്കുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവേ, വിശുദ്ധ വിൻസെന്റ് ഇപ്പോളെ, വിശുദ്ധ മരിയ കുര്യത്തി. അവരെ ആരെയും നമ്മൾ നല്ലവനായ യൗസേപ്പ് പിതാവേ, അവരെന്തോരു നന്മ പ്രവൃത്തി ചെയ്തു. വിശുദ്ധ വിൻസെന്റ് ഇപ്പോള് 7 വിശുദ്ധർ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ ഈ ലോകത്ത് ചെയ്ത് മരിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നോക്കി നമ്മൾ ഒരിക്കലും, സഭ ഒരിക്കലും വിളിക്കുന്നില്ല നല്ലവനായ വിശുദ്ധ വിൻസെന്റ് എന്ന് വിളിക്കുന്നില്ല, മറിച്ച് നമ്മൾ അതിന് മുമ്പ് ചേർത്ത് വെക്കുന്ന വിശുദ്ധൻ. അതായത് മദർ തെരേസയെ കാണാൻ വേണ്ടിയിട്ട് ഒരു പുരോഹിതൻ കേരളത്തിൽ നിന്ന് ചെന്നു. അദ്ദേഹം ഒത്തിരി സാമൂഹിക പ്രവർത്തനങ്ങളും അനാഥശാലകളും ഒക്കെ നടത്തിയിരുന്ന ഒരു നല്ല പുരോഹിതനായിരുന്നു. അപ്പം നമ്മുടെ മലയാളികളായിട്ടുള്ള സിസ്റ്റേഴ്സ്, ഈ കോൺഗ്രിഗേഷനിൽപ്പെട്ടവർ മദർ തെരേസയോട് പറഞ്ഞു, ഹീസ് എ ഗുഡ് പ്രീസ്റ്റ് ഫ്രം കേരള എന്ന് പറഞ്ഞു. അപ്പം മദർ തെരേസ അവരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, നോട്ട് എ ഗുഡ് പ്രീസ്റ്റ് ബട്ട് എ ഹോളി പ്രീസ്റ്റ് ഫ്രം കേരള എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളൊരു നല്ലവരാകാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം
ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം. എന്നാൽ വിശുദ്ധനായിട്ട് ജീവിക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ ആ ഒരു സംസ്കാരവും അത് നിലനിൽക്കുന്ന സംസ്കാരവും നിലനിൽക്കുന്ന വ്യക്തി ജീവിതവുമായിട്ട് മാറും. ക്രിസ്തു മരിക്കാതിരിക്കണം അവരുടെ ജീവിതത്തിൽ, ആ സമൂഹത്തിൽ ക്രിസ്തു മരിക്കാതിരിക്കണം. ക്രിസ്തവ മൂല്യങ്ങൾ മാത്രം. അതാണ് യുവതിമാരെല്ലാം ഇങ്ങനെ പറയുന്നത്, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, നന്നായിട്ട് ജീവിച്ചാൽ പോരെ, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ. ഇതിനകത്തൊരു ചോദ്യമാണ് ഇപ്പൊ വിശുദ്ധര. അപ്പൊ നമ്മൾ പറഞ്ഞു സ്വർഗത്തിലിരിക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വിശുദ്ധരാണ്. അപ്പം എന്താണ് സഭയുടെ ഉത്തരവാദിത്വം, ലക്ഷ്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. സഭ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? സഭയുടെ ലക്ഷ്യം എന്താ? നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്ക് നയിക്കുക, അതുവഴി സ്വർഗത്തിലേക്ക് എത്തിക്കുക. കാര്യം പിതാവായ ദൈവം സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാ? മനുഷ്യൻ എവിടുന്നാ വന്നത്? ദൈവത്തിൽ നിന്ന് വന്നു. പക്ഷെ പാപം ചെയ്തപ്പം ഇവൻ ദൈവത്തിലേക്ക് തന്നെ തിരിച്ചെത്തേണ്ടവനാണ്. പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞപ്പം അത് സംഭവിക്കാതായി. അപ്പം പുത്രനെ അയച്ചു, പുത്രൻ രക്ഷ നേടിക്കൊടുത്തു. ഈ രക്ഷ നേടുന്ന വഴി എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇതേ ദൈവത്തിലേക്ക് തന്നെ തിരിച്ചെത്തണം. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, തീർത്ഥാടകരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ലക്ഷ്യം എന്താ? സ്വർഗത്തിലേക്ക് എത്തുക. അപ്പൊ സ്വർഗത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധി വേണം. അപ്പോൾ ഈ സഭ നമ്മളെ സഹായിക്കുന്നത് എന്താ? ക്രിസ്തു അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ഈ ആഗ്രഹം പൂർത്തീകരിക്കുകയാണ്. എന്ത്? നമ്മളെ എല്ലാവരെയും വിശുദ്ധരാക്കി സ്വർഗത്തിലെത്തിക്കുക. അതിന് സഭ വേണം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് കൂദാശകൾ. ഈ കൂദാശകൾ ഇല്ലാതെ ഇതിന് കാര്യം നമ്മൾ മനുഷ്യരാ, നമുക്ക് തെറ്റുപറ്റുമ്പോൾ ആ തെറ്റ് തിരുത്തപ്പെടണം. ആ തെറ്റിന് പരിഹാരം വേണം. അതിന് നമ്മളെ കുമ്പസാരം എന്ന കൂദാശയും വിശുദ്ധ കുർബാന എന്ന കൂദാശയെല്ലാം നമ്മളെ സഹായിക്കുന്നു. മാമൂദീസ എന്ന കൂദാശയിൽ എന്താ സംഭവിക്കുന്നത്? ജന്മപാപം എന്നുള്ളത് നമ്മളിൽ നിന്നും ഇല്ലാതാവുന്നു. ഇനി കർമ്മപാപം ഉണ്ടെങ്കിലും അതും ഇല്ലാതാവുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഇങ്ങനെ വിശുദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ്, അതുകൊണ്ടാണ് സഭ ഒരു കുദാശയും കൂടെ അവിടെയുണ്ട്, രോഗീലേപനം. അതിലൂടെ കുമ്പസാരം നടക്കുന്നു, അവിടെയും ഒരു വിശുദ്ധീകരണം സംഭവിക്കുന്നു. അപ്പൊ സഭയുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മളെ എല്ലാം വിശുദ്ധീകരിച്ച് സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല കാര്യം ചെയ്തത് കൊണ്ട് നമ്മൾ വിശുദ്ധരായില്ല. അത് വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ വിശുദ്ധരായി തന്നെ ജീവിക്കണം. ഈ വിശുദ്ധിയുടെ തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നന്മയുള്ളതായും. അതായിരുന്നു സഭ ഈ ലോകത്ത് ചെയ്തത്. സഭ വിശുദ്ധിയായിട്ട് മുൻപോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോൾ സഭയായിട്ട് ബന്ധപ്പെട്ടിരുന്നവരെല്ലാവരും നന്മ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി, ഒരു ദേശം നന്മയാകാൻ വേണ്ടി തുടങ്ങി, ഒരു രാജ്യം നന്മയാകാൻ വേണ്ടി തുടങ്ങി. അത് ഇന്ന് പലരിൽ നിലനിൽക്കും എന്ന് വെച്ചാൽ ഇത് മാർട്ടിക്കുകയും. പക്ഷെ എന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈശോ തന്നെ പഠിപ്പിക്കുന്ന നല്ലവൻ ഒരുവൻ മാത്രം ദൈവം. നന്മ നിലനിൽക്കണമെങ്കിൽ ഈ ദൈവവുമായിട്ടൊരു ബന്ധം വേണം, അല്ലെങ്കിൽ കാലക്രമേണ ഇത് ഇല്ലാതായി വരും. നമ്മുടെ യുവജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ, നന്മ ചെയ്ത് ജീവിച്ചാൽ മതി. നന്മ ചെയ്ത് ജീവിക്കാൻ പറ്റും. എത്ര കാലം ജീവിക്കും നമ്മൾ നന്മയുടെ സ്രോതസ്സുമായിട്ട് ബന്ധമില്ലാതെ? ജർമ്മിയ പ്രവാചകൻ നമ്മൾ പൊട്ടക്കിണറുകൾ ഒരുപാട് കുഴിക്കുന്നുണ്ട്, ഇത് അവസാനം ശൂന്യതയിൽ ചെന്ന് നിൽക്കും. ദൈവത്തെ മറന്നുകൊണ്ട് ഒരു നന്മ പുറപ്പെടുവിക്കാൻ ലോകത്തിന് സാധ്യമല്ല. കാരണം നന്മയുടെ സംസ്കാരം ഈ വിശുദ്ധിയിൽ നിന്നാണ് വരുന്നത്, അത് ദൈവത്തിൽ നിന്നാണ്. അതായത് നമ്മൾ പറയുന്നത്, സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ്. സഭയ്ക്ക് ക്രിസ്തുവിൻ്റെതല്ലാതെ മറ്റ് പ്രകാശമില്ല. ക്രിസ്തു ചിന്തിക്കുന്നതാണ് സഭ ചിന്തിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളാണ് സഭയുടെ മൂല്യങ്ങൾ. അതായത് സഭയെ ഒരു ചന്ദ്രനെ പോലെയാണ് കാണുന്നത്. ചന്ദ്രന് സ്വയമേവ പ്രകാശിക്കാൻ വേണ്ടി സാധിക്കത്തില്ല, മറിച്ച് സൂര്യന്റെ പ്രകാശത്താൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സഭ നിലനിൽക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തു ഇല്ലാതെ നമ്മൾ എന്തൊക്കെ പണിതുയർത്താൻ നോക്കിയാലും, എത്ര മൂല്യങ്ങൾ കൊണ്ടുവരാൻ നോക്കിയാലും അത് നിലനിൽക്കുന്ന കാലഘട്ടങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. ഏതായാലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മുഴുവനും സഭയോട് ചേർന്ന് നിൽക്കണം, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. ക്രിസ്തുവിനോടും സഭയോടും ചേർന്ന് നിൽക്കാതെ നമ്മുടെ ക്രൈസ്തവ ജീവിതം മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം അവനാണ് സൂര്യൻ. സഭയാണ് ഈ സൂര്യൻ്റെ പ്രകാശം നമ്മളിലേക്ക് പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ സഭയോട് ചേർന്ന്, വിശ്വാസത്തോട് ചേർന്ന് നമുക്ക് നിലനിൽക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഭയിലൂടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.